ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കേണ്ടത്, ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ. പിന്നെ നമ്മളിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളൊന്ന് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കണം. കാരണം നമ്മുടെ മീനിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തേക്കണ മീൻ കേര എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൻ്റെ താഴെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചോറൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, 2-3 ഏലക്ക, 5-6 കരയാമ്പൂ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഇതിലേക്ക് ഒരു 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മസാലയായിട്ട് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഞാനവിടെ 4 ഗ്ലാസ് അരിയാണ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് വറുത്തെടുക്കേണ്ട. അപ്പോൾ ചോറ് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 5-6 മിനിറ്റ് ഞാൻ വറുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് നമ്മളൊരു 7-7.5 ഗ്ലാസ് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചോറൊന്ന് അപ്പുറത്തിരുന്ന് വേഗണ സമയം കൊണ്ട് നമുക്ക് മീനിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഓയിലും ഒഴിക്കണ്ട. നമ്മൾ മീനൊന്ന് ഷാലോ ഫ്രൈ ആകണം. ഷാലോ ഫ്രൈ ഒരുപാട് മുറുകി പൊരിയും വേണ്ട, ഒന്ന് വെന്ത് അത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചോറിൻ്റെ പാകം നോക്കുക. അത് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ചോറും വെള്ളവും ഒരേ പാകമായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് നോക്കിയേക്കുക ചോറിൻ്റെ പരുവം കറക്റ്റ് വേവാകുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വയ്ക്കുക. മീനൊന്ന് ഏകദേശം ഈ ഒരു പരുവത്തിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് മീനൊന്ന് വെന്ത് കിട്ടണം, എന്നാൽ ഒരുപാട് മുറുകി പൊരിയാനും പാടില്ല. ആ ഒരു പാകത്തിൽ വേണം മീൻ ഇതിൽ നിന്ന് നമുക്ക് കോരി എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ സെയിം വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഓയിലിൽ തന്നെയാണ് ബാക്കി സവാളയൊക്കെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഞാനിതിപ്പോൾ ഒരു 6 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് എന്ന് പറയാനില്ല, ചെറിയ സവാളയാണ്. ഒരു 4 ആണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലുള്ള 4 എടുത്താൽ മതിയാവും. പിന്നെ ഞാനത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 12 എടുത്തിട്ടുണ്ട്. ചെറുതായത് കാരണം, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 മതിയാവും. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ട് സവാള ഒന്ന് പാതി വഴണ്ടിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് വേണം. 3 ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കേട്ടോ, 3 വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 മതിയാവും. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് തക്കാളി നന്നായിട്ട് വേഗണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില മാത്രം ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. പുതിന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിനയും കൂടി ചേർക്കുക. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ മല്ലിയില മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇത്രയും പൊടികളെ ഞാൻ ഇതിലേക്കായിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം ഉപ്പൊക്കെ പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇട്ട മസാലകളിലേക്ക് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് അളവിൽ കട്ടി തേങ്ങാപ്പാലാണ്, ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങ ഒന്ന് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓയിൽ ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ മീനിലേക്കൊക്കെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി ഗ്രേവി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്, അതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ്, പിന്നെ
സവാള മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ. സവാളയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫിഷിൻ്റെ ബാക്കി ഗ്രേവിയും അതുപോലെ നമ്മൾ ചോറിൻ്റെ പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടെ നമ്മൾ അതിലേക്ക് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് വെള്ളത്തിൽ തേങ്ങാപ്പാലിലാണെങ്കിലും മതിയാവും, കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒന്ന് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. അപ്പോൾ ചോറും എല്ലാം കറക്റ്റായിട്ട് വെന്തത് കാരണം ഒരുപാട് നേരമൊന്നും ദം ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിത് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്യുന്നേക്കാൾ നല്ലത് ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പാത്രം തന്നെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ മീനൊന്നും പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല, കറക്റ്റ് ആ ഒരു പീസ് തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. നമ്മൾ തവി കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മീനൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെങ്കിലും ഈ സൺഡേ ഒന്ന് പരീക്ഷിച്ചു കേട്ടോ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.